PS മാഷെ, പശ്ചിമ ബംഗാളിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം BJPയുടെ ആദ്യത്തെ ഒരു മന്ത്രിസഭ വന്നിട്ടുണ്ട്. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാണ്. കാരണം 207 സീറ്റോടുകൂടി 3-2 ഭൂരിപക്ഷമാണല്ലോ, വളരെ വലിയ ഭൂരിപക്ഷത്തിലാണ്. ഒരുപക്ഷെ BJPക്ക് എത്തി നോക്കാൻ പറ്റുന്ന ഒരു ഇടമല്ലായിരുന്നു എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരും. ഒരിക്കലും. കാരണം അവിടെ നിന്ന് BJPക്ക് ഒരു രാഷ്ട്രീയവും BJPയുടെ രാഷ്ട്രീയം അവിടെ ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയില്ല. നമുക്കറിയാം, ആദ്യം കോൺഗ്രസ് ആയിരുന്നു, പിന്നെ 34 കൊല്ലം CPM ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ മമതാ ബാനർജിയുടെ, അതായത് BJPക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു ആൾക്കാരും അത്തരത്തിലുള്ളൊരു സമീപനവുമുള്ള ഒരു സംസ്ഥാനമായിരുന്നു. അതായത് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ഇന്ത്യയിലെ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന, അതെങ്കിൽ ഇന്ത്യക്കകത്ത് ഒരുപക്ഷെ BJP വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെയും കേൾക്കുന്നതാണ്, BJP വന്നു കഴിഞ്ഞാൽ 2 കൊല്ലം കഴിയുമ്പം BJP ഇനി ഇലക്ഷൻ നടത്തത്തില്ല, അല്ലെങ്കിൽ BJP സർവാധിപത്യത്തിലേക്ക് പോകും, സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകും, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പാർട്ടിയാണ്, അതിൻ്റെ രീതി അതാണെന്നും പറഞ്ഞ് മറ്റു പാർട്ടികൾ പ്രചരണം നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ, കോൺഗ്രസും അത് പറയാറുണ്ട്. കാരണം സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകും, വർഗീയ ധ്രുവീകരണമുള്ള പാർട്ടിയാണ്. ഏതായാലും ഇന്നലെ സുവേന്ദു അധികാരി അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഏതാണ്ട് 15 കൊല്ലം കൊണ്ട് മറ്റൊരു പാർട്ടിക്കും അവിടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. പ്രവർത്തിച്ചാൽ അവരെ കൊന്നുകളയുന്ന ഒരവസ്ഥ, നേതാക്കന്മാരെ കൊന്നുകളയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് CPMനൊക്കെ അടിച്ചോടിക്കുന്ന രീതിയാണ്. ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും എന്ത് ബാക്കിയുണ്ട് ആ CPMകാരെയും കൂടെ ആ പ്രദേശത്തു നിന്ന് അടിച്ചോടിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അത്തരത്തിൽ പലായനം ചെയ്യേണ്ട ഒരവസ്ഥ, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നിടത്താണ് CPM മുഖപത്രമായ ഗണശക്തിയിൽ മമതാ ബാനർജി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു സർക്കാർ പരസ്യം പോലും കൊടുത്തിട്ടില്ല. അത്രയ്ക്ക് വൈരാഗ്യ ബുദ്ധിയോടുകൂടി ആ മുഖപത്രത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ 550ഓളം CPMൻ്റെ പാർട്ടി ഓഫീസുകൾ ഇന്നലെ തുറന്ന് അവിടെ കൊടികെട്ടി ആൾക്കാർ, അതായത് CPM അനുകൂലികൾ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇതിനകത്തുണ്ട്. കോൺഗ്രസ് ഓഫീസുകൾ തുറന്ന്, അല്ലെങ്കിൽ ഈ MA ബേബി പറഞ്ഞതുപോലെ അവിടെ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കോൺഗ്രസിൻ്റെയും, അല്ലെങ്കിൽ കോൺഗ്രസിനില്ലെന്നും CPMനാണ് അക്കൗണ്ട്, കോൺഗ്രസിനുണ്ട്. അപ്പം അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നു. അത് ഒരു കാലത്ത് 17 കൊല്ലം ഭരിച്ചിരുന്ന കോൺഗ്രസ്സാണ്. നമ്മൾ കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഇടമല്ലായിരുന്നു, കോൺഗ്രസിൻ്റെ ഇടമാണ്. കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ഈ മമതാ ബാനർജി ഒരുപക്ഷെ അത് കോൺഗ്രസിനകത്തെ പ്രശ്നമായിരിക്കും. കാരണം അവരെ അംഗീകരിക്കാൻ തയ്യാറാവാത്തതുകൊണ്ട് അവർ വേറെ പാർട്ടി ഉണ്ടാക്കി, അവർ ആണ് നേതാവെന്ന് കണ്ട് അവർ മൊത്തം പോയി. CPM ഉണ്ടായിരുന്നു സർവാധിപത്യത്തിൽ 34 കൊല്ലം കഴിച്ച് ഏതാണ്ട് 65%, 67% വോട്ടിംഗ് ഷെയറുള്ള പാർട്ടിയായിരുന്നു CPM ആ കാലത്ത്. ആ CPM ആണിപ്പോൾ ഒന്നും അല്ലാതെ ഒരു സീറ്റ് പോലും ഇല്ലായിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ഈ നിയമസഭയിലേക്ക് ഒരു സീറ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ അതിനു മുമ്പത്തെ മാസം അവിടെ ആകെ ഉണ്ടായിരുന്ന രാജ്യസഭ MPയുടെ കാലാവധിയോടെ കഴിഞ്ഞു. ലോക്സഭ MP ഇല്ല, രാജ്യസഭ MP ഇല്ല. ഒരുപക്ഷെ പശ്ചിമ ബംഗാളിൽ നിന്നൊരു MLA പോലും ഇല്ലാത്തൊരവസ്ഥ വന്നു. ഇപ്പോൾ അവർക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഈ സർവാധിപത്യത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ അത്തരത്തിലാണെന്ന് ഈ ഒരുപക്ഷെ വർഗീയ ധ്രുവീകരണത്തിൻ്റെ പാർട്ടിയാണെന്ന് വിചാരിക്കുന്ന ഇടത്ത് ഇതുവരെ ഇല്ലാത്ത BJP വന്നപ്പോൾ, അല്ലെങ്കിൽ ഇപ്പം BJP അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമേ ചെയ്തതെന്ന് പറഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഒരുപക്ഷെ CPM ആയാലും കൊള്ളാം, CPM ആണല്ലോ ഏറ്റവും വലിയ BJPയുടെ അല്ലെങ്കിൽ ശത്രു എന്ന് പറഞ്ഞാൽ എഗൻസ്റ്റ് ആയിട്ടുള്ള പാർട്ടി, ഏറ്റവും കൂടുതൽ വർത്തമാനം പറയുന്ന പാർട്ടി, ഒരിക്കലും ഒരു രീതിയിലും BJPയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാത്ത പാർട്ടി CPM. അവരുടെ പാർട്ടി ഓഫീസുകൾ തുറന്ന് അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരവും ഇടവും ഉണ്ടാക്കണം. ഇടവും എന്ന് പറഞ്ഞാൽ അവരെ സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനവും മാന്യമായിട്ടുള്ള പ്രവർത്തനവും രാഷ്ട്രത്തിന് അനുകൂലമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനവും നടത്തുന്നതിന് അവർക്ക് വേണ്ട സപ്പോർട്ട്, അതിനുള്ള സ്വാതന്ത്ര്യം കിട്ടുക. രണ്ടാമത് അവരെ ഉപദ്രവിക്കാൻ പറ്റുന്ന രീതിയിലെ കാര്യങ്ങൾ പോയി നിയമപരമായിട്ട് കൈകാര്യം ചെയ്യും. ഇത് കോൺഗ്രസിനോട് കൊടുത്തിരിക്കുന്നു. അപ്പം ഒരു മാറ്റം, അതായത് ജനാധിപത്യത്തിൽ. അതിനകത്ത് വേറെ കാര്യം, നമ്മൾ എത്ര പറയുമ്പോഴും വേറെ കാര്യം കൂടെ സാർ, ഇതിനകത്ത് ഈ പശ്ചിമ ബംഗാളിൽ എത്ര കാലം കൊണ്ട് എന്തെല്ലാം വിഷയമുണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി അവിടെ സംഭവിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസിൻ്റെ കയ്യിൽ ബഹുദൂരം ഈ പറയുന്നത് പോലെ ഭരിച്ചുകൊണ്ട് 55 കൊല്ലം കോൺഗ്രസ് ഭരിച്ചെന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്തിന്. അന്നേരം കോൺഗ്രസിൻ്റെ ഭാഗമല്ലാതിരുന്ന സംസ്ഥാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പല രീതിയിൽ അത് പിരിച്ചു വിട്ടു മറ്റൊരു. പക്ഷേ എന്ത് പറഞ്ഞാലും BJP അധികാരത്തിൽ വന്നതിന് ശേഷം 2014 ശേഷം മണിപ്പൂരിൽ എനിക്ക് തോന്നുന്നു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ആവശ്യമായി വന്നപ്പോൾ ബാക്കി എങ്ങും രാഷ്ട്രപതി ഭരണമോ അത്തരത്തിലൊരു നീക്കം നടത്തി. പലവട്ടം അതിനുള്ള സാധ്യതയും കാരണങ്ങളും കലാപങ്ങളും പ്രശ്നങ്ങളും ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിലും ഉടലെടുക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ നടന്നിട്ട് പോലും ഇവിടെയും ഒരുപക്ഷെ ഇതുവരെ ഒരു രാഷ്ട്രപതി ഭരണം നടത്തിയിട്ട് വേണമെങ്കിൽ ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാമല്ലോ.
അല്ലെങ്കിൽ കേന്ദ്രത്തിനാണ്. പട്ടാളത്തെ ഇറക്കി എന്തോ ചെയ്യാൻ പറ്റാത്ത തൃണമൂൽ ഗുണ്ടകളെ കൈകാര്യം ചെയ്യാൻ അവൻ്റെ പാടാണ്. പട്ടാളം ഇറങ്ങി, ഇപ്പോൾ പട്ടാളം ഇറങ്ങിയിട്ട് സുപ്രീം കോടതി കൂടെ വന്നപ്പോൾ അവിടെ സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് അധികാരത്തുള്ളത്. അപ്പം ഇത് നമുക്ക് ഒരു മാതൃകയല്ലേ, ഒരു മാറ്റമല്ലേ പശ്ചിമ ബംഗാൾ? എന്ത് പറയുമ്പോഴും BJP ഈ ചെയ്ത കാര്യമെന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഉണ്ടാവട്ടെ, ആരെയാണ് ജനം അക്സെപ്റ്റ് ചെയ്യുന്നത്, ആരാണ് രാഷ്ട്രത്തിന് വേണ്ടി കൂടുതൽ പണിയെടുക്കുക, ആരുടെ ആശയത്തോടാണ് ജനത്തിന് താല്പര്യം, അവരത് വരെ തിരഞ്ഞെടുക്കട്ടെ എന്നുള്ള ഒരു രീതിയിലേക്കല്ലേ ബംഗാളിൽ നിന്നും, അല്ലെങ്കിൽ ബംഗാളിലെ BJPയിൽ നിന്നും സുവേന്ദ്ര അധികാരിൽ നിന്നും നമുക്ക് മനസ്സിലാകും. അല്ല, ഇതിൻ്റെ ഒരു രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ മുമ്പ് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. CPM അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഗുണ്ടരാജ്. ആ ഗുണ്ടരാജ് ബംഗാളിൻ്റെ കൾച്ചറാക്കി മാറ്റിയതിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം CPM-നാണ് എന്ന് ചോദിച്ചാൽ അതിക്ക് മുമ്പ് അത് ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ സിദ്ധാർത്ഥ ശങ്കർ റേ അവിടെ അധികാരിയായിരുന്ന സമയത്ത് അതിഭീകരമായിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിസ്റ്റുകളെയൊക്കെ കശാപ്പ് ചെയ്ത ഒരാളായിരുന്നു. ആ ഗുണ്ടരാജ് അന്ന് അവിടെയുണ്ട്. അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ അത്രമാത്രം ഭീകരമായിട്ടുള്ള മർദ്ദനത്തിന് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വിധേയമായ സ്ഥലമാണ്. അത് കഴിഞ്ഞതിന് ശേഷം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നു. പിന്നെ അധികാരത്തിൽ നിന്ന് അവർ പുറത്തു പോകുന്നു 35 വർഷം കഴിയുന്നതിന് ശേഷം. പക്ഷേ അധികാരത്തിലേക്ക് ഏറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിനെ ജനാധിപത്യവൽക്കരിച്ചോ? ഇല്ല. ജനാധിപത്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സിദ്ധാർത്ഥ ശങ്കർ റേയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനെ ജനങ്ങൾ പുറത്താക്കി. അതിന് പേര് CPM വന്നു. CPM എന്ത് ചെയ്തു? അതേ പാതയിലൂടെ സഞ്ചരിച്ചു എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. അങ്ങനെ വന്ന സമയത്താണ് ബംഗാളിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് ഗുണ്ടാരാജിൻ്റെ കൾച്ചറായി മാറി. ആ കൾച്ചർ അവസാനം അവരെ ജനങ്ങൾ മടുത്ത് പൊറുക്കാൻ തയ്യാറില്ലാത്ത വിധത്തിൽ തോൽപ്പിച്ച് പുറത്താക്കുകയാണ്. അങ്ങനെ അത് പുറത്താക്കപ്പെടുമ്പോൾ പിന്നീട് വരുന്നത് മമതാ ബാനർജി വന്ന സമയത്തുണ്ടായ മാറ്റം, സിദ്ധാർത്ഥ റേ ശങ്കറയുടെ കാലത്തുണ്ടായിരുന്ന ഗുണ്ടകളെ അങ്ങനെ തന്നെ CPM അബ്സോർബ് ചെയ്യുകയല്ല ചെയ്ത്. CPM പുതിയ ഗുണ്ടകളുടെ വലയത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. എന്നാൽ മമതാ ബാനർജി വന്ന സമയത്ത് ഈ CPM-ൻ്റെ ഗുണ്ടകളെ മുഴുവനും മമതാ ബാനർജി അബ്സോർബ് ചെയ്യുന്ന കാഴ്ചയാണ്. അങ്ങനെ ഗുണ്ടരാജിൻ്റെ തുടർച്ചയായി CPM ഓഫീസുകളൊക്കെ അടിച്ചു പൊളിച്ചു. CPM-കാരെയൊക്കെ തല്ലി ഓടിച്ചു. പല ഓഫീസുകളും അവർ സ്വന്തമാക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനത്തെ ഒരു പ്രക്രിയയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് BJP അവിടെ പതുക്കെ അധികാരത്തിലേക്ക് വരുന്നതിനൊരു ശ്രമം ആരംഭിക്കുന്നത്. അതാകട്ടെ മമതാ ബാനർജിയുടെ വലങ്കൈ നിന്ന സുവേന്ദു അധികാരിയുടെ പ്രവർത്തനത്തിലൂടെയാണ്. എന്താണ് മമതാ ബാനർജി എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞത് സുവേന്ദു അധികാരിയാണ്. അദ്ദേഹം തൃണമൂലിൽ നിന്ന് രാജിവെച്ച് BJP-യിൽ ചേരുകയും പിന്നെ BJP-യെ വളർത്താനായിട്ട് ശ്രമം നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ BJP ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് മമതാ ബാനർജിയുടെ ഗുണ്ടകളുമായിട്ടുള്ള യുദ്ധം നടക്കുന്നുണ്ട്. അതിൽ ഈ CPM-കാരായിട്ടുള്ള ആളുകൾ പലരും പങ്കാളികളായിട്ടുണ്ട്. ശരിക്കും BJP-കാരാകാതെയും ആയി. കുറേ പേരൊക്കെ BJP-കാരായി, കുറേ പേരല്ലാതെയും. അതാണ് സുവേന്ദു അധികാരി ഇപ്പോൾ പറഞ്ഞത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് സുവേന്ദു അധികാരിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വെടിവെച്ചു വന്നു തൃണമൂലിന്. സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് മറ്റൊരു പ്രമുഖനായിട്ടുള്ള BJP നേതാവിനെ വെടിവെച്ചു വന്നു. ആ ഗുണ്ടകൾ ഇപ്പോഴും തോക്കുമായിട്ട് അവിടെ നടക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് ബംഗാളിനെ ജനാധിപത്യവൽക്കരിക്കൽ മാത്രമാണ് എന്ന് കൃത്യമായിട്ട് സുവേന്ദു അധികാരി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള തിരിച്ചറിവാണ്. അതിനുള്ള മാർഗമാണ് ബംഗാളിനെ നിയമത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതിനുവേണ്ടി ആദ്യം ചെയ്തത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കേന്ദ്രസേനയെ സമ്പൂർണ്ണമായിട്ട് ബംഗാളിൽ വിന്യസിച്ചു എന്നുള്ളത്. NDAയുടെ സ്ഥാനാർത്ഥിയൊക്കെ ഓടിച്ചിട്ട് തല്ലുന്ന പിന്നെ. അപ്പം ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം അത് കൊണ്ടുവന്നു. അങ്ങനെ നിഷ്പക്ഷമായി തെരഞ്ഞെടുപ്പെടുന്നു. ജനങ്ങൾ 3-2 ഭൂരിപക്ഷത്തോടെ BJP അധികാരത്തിൽ. അതോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ മമതയെ പൊളിക്കാനായിട്ട് മുസ്ലിം നേതൃത്വം, പ്രത്യേകിച്ച് ഈ ഹുമയൂൺ കബീർ എന്ന് പറയുന്ന ആൾ, അയാൾ 2 സ്ഥലത്തും ജയിച്ചു. അയാൾ 2 സ്ഥലത്തും ജയിച്ചു. അപ്പം മുസ്ലിങ്ങൾ ഉപേക്ഷിച്ചു മമതയെ. ഏതാണ്ട് 30%
മുസ്ലിങ്ങൾ വരുന്ന സ്ഥലത്ത് മുസ്ലിങ്ങളുടെ ഒരു ടേൺ അങ്ങനെ സംഭവിച്ചു. അങ്ങനെ പുതിയ സംവിധാനത്തിലേക്ക് വന്ന സമയത്താണ് ജനാധിപത്യവൽക്കരണം ഉറപ്പാക്കാൻ തന്നെ സുവേന്ദു അധികാരി തീരുമാനിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കണം, അഭിനന്ദിക്കണം. കാരണം എന്ന് വെച്ചാൽ ബംഗാളിനെ മാറ്റാനായിട്ടുള്ള, ബംഗാൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ, ഇന്ത്യയുടെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള സംസ്കാരം നിലനിന്ന പ്രദേശമാണ്. അതാണ് ഇങ്ങനെ നശിച്ചത്. രവീന്ദ്രനാഥ് ടാഗോർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ വലിയൊരു പൈതൃകമാണ്. ആ പൈതൃകത്തെ സമ്പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു ബംഗാൾ കൾട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു. ആദ്യകാലത്തെ CPM-ൻ്റെ ഭരണം എന്നൊക്കെ പറയുന്നത് വളരെ രസകരമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ സാംസ്കാരിക സവിശേഷതകളെയൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന് സിനിമ, സംഗീതം, നാടകം ഇതെല്ലാം കൂടി കൂടിക്കലർന്ന വളരെ രസകരമായിട്ടുള്ള ഒരു കൾച്ചർ തന്നെ അവരുണ്ട്. അതെല്ലാമാണ് ഈ ഗുണ്ടകളെ കൂടി തിന്നു തീർത്തത്. ശരി, അപ്പോൾ അത് തിരിച്ചറിയാനോ അവരെ പ്രതിരോധിക്കാനോ CPM-ന് കഴിയാതെ പോയതുകൊണ്ടാണ് CPM-ൻ്റെ ജനങ്ങൾ എന്ത് ചെയ്യുന്നത് അവിടെ തുടച്ചു. ഇപ്പോൾ സുവേന്ദു അധികാരി ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇതിനെ അഭിസംബോധന ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് നിയമ വഴിയിൽ റൂൾ ഓഫ് ദ ലോ എന്നത് ബംഗാളിൽ നടപ്പിലാകട്ടെ എന്ന് അദ്ദേഹം തീരുമാനിക്കും. അങ്ങനെ നിയമവിധേയമായി രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അടച്ചുപൂട്ടപ്പെട്ടിരുന്നായിട്ടുള്ള CPM-ൻ്റെ കോൺഗ്രസിൻ്റെ ഓഫീസുകളൊക്കെ തുറക്കാൻ കഴിഞ്ഞു. സുവേന്ദു അധികാരി പറയുന്നത് ഈ വിജയത്തിൽ, BJP-യുടെ 3-2 ഭൂരിപക്ഷത്തിലുള്ള വിജയത്തിൽ വലിയ പങ്ക് എന്ന് പറയുന്നത് CPM-ൻ്റെ അനുഭാവികളുടെ ഭാഗത്തുനിന്നുണ്ടെന്ന് തന്നെ അദ്ദേഹം കണക്കാക്കും. അങ്ങനെ CPM-ന്, കാരണം CPM-ന് പ്രവർത്തിക്കാനായിട്ട് യാതൊരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരിടം, അവർക്ക് അവരുടെ ഓഫീസുകൾ തുറക്കാൻ പറ്റാത്ത സ്ഥിതി. ഇപ്പോൾ 500-ലധികം ഓഫീസുകൾ തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അതായത് ഇപ്പം അതിനകത്ത് പ്രിയേഷ് മാഷ് പറഞ്ഞതുപോലെ ഒരു ഗുണ്ടായെ നേരിടാനൊരു സംവിധാനം വേണമല്ലോ. BJP വന്നതിന് ശേഷം അത് നേരിട്ടത്. ഇന്നലെ അമിത്ഷാ ഈ ശസ്ത്രപ്രജ്ഞ സമയത്ത് അത് സംസാരിച്ചെന്ന് പറഞ്ഞാൽ 321 പേരെ കൊന്നുകളഞ്ഞെന്നാണ് പറഞ്ഞത്. കാരണം ഇത്രയും ദിവസം കൊണ്ട് ഈ അധികാരത്തിൽ വരുന്ന ദിവസം ഈ 2 പേരുടെ കാര്യം എപ്പോഴും ഇല്ല, കഴിഞ്ഞ ദിവസം തന്നെ. അപ്പം ബാക്കി ഇതുപോലെ ഗുണ്ടായിസം വരുമ്പം അതിനെ ചെറുത്ത് നിൽക്കാൻ അതിൻ്റെ കൾച്ചറെ, ബംഗാളിൻ്റെ കൾച്ചർ മാറ്റേണ്ടത് ആവശ്യമാണ്. രവീന്ദ്ര സംഗീതത്തിനനുസരിച്ച് അനുസലായ ഒരു കൾച്ചറിലേക്ക് അത് തിരിച്ചു പോയി കഴിഞ്ഞാൽ ബംഗാൾ ജനക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നതായിരുന്നു. അത് BJP ആണോ, CPM ആണോ, കോൺഗ്രസ് ആണോ, ആരാവട്ടെ. കാണുന്നത് എന്താണെന്ന് വെച്ചാൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ് അധികാരം ബംഗാളിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പകരം CPM-ഉം കോൺഗ്രസും വളർന്നു വരാം. അതെ അതെ, അത് അങ്ങനെ ആയിരിക്കും മിക്കവാറും വരുന്നത്. അപ്പോൾ ആ 2 പാർട്ടികൾക്കും അത് തന്നെയായിരിക്കും സുവേന്ദു അധികാരി ഉദ്ദേശിക്കുന്നത്. അല്ല, ആ പാർട്ടികൾക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ദേശീയ പാർട്ടികളാണ്. അതെ അതെ, കുറച്ചും കൂടി വിശാലമായിട്ടുള്ള കൺസെപ്റ്റുകളുണ്ട്. അതെ അതെ, അത് അങ്ങനെ വരുന്നത് പൊതുവെ ബംഗാളിൽ നല്ലതായിരിക്കും എന്നാണ് നമുക്ക് കണക്കാക്കാം. സംസ്ഥാന പ്രസിഡന്റൊക്കെ അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അവിടുത്തെ അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് സലീം എന്നാണ്. എനിക്ക് CPM-ന്റെ അദ്ദേഹമൊക്കെ ഈ മുഹമ്മദ് സലീമൊക്കെ പാവം അവർക്ക് പോലും നിലനിൽപ്പില്ല, അവരെ പോലും മർദ്ദിക്കുമായിരുന്നു. അപ്പൊ ആ രീതിയിൽ എന്തായാലും വരട്ടെ. കാരണം ഏതായാലും ഏകാധിപത്യത്തിലേക്കൊന്നും ഒരു രാജ്യവും പോകുന്നത് ശരിയല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വേണം, മത്സരിക്കണം. അതിനകത്ത് തെരഞ്ഞെടുക്കുന്നവരാണ് അംഗീകരിക്കാൻ പറ്റില്ല. അതെ അതെ, ഇപ്പോൾ BJP-യുമായിട്ടൊക്കെ നടക്കുന്ന ഈ സംഘർഷങ്ങളുടെയൊക്കെ ഫലമായിട്ട് BJP-ക്ക് മാറ്റങ്ങളുണ്ടാകും. അവർ ഈ ജാതി വർഗീയത കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറാം, അങ്ങനെ വന്നേക്കാം. പുതിയ രാഷ്ട്രീയത്തിൻ്റെ ഒരു എന്താണ് ബംഗാളിൽ തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കാം എന്നെനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയത്തിന് കൂടുതൽ പ്രാമുഖ്യം വരാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ അത് വളരെ മെച്ചപ്പെട്ട ഒരു മാറ്റമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.